നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്കെതിരെ കട്ടപ്പ എന്ന് പറഞ്ഞ ഒരു സിനിമയുണ്ടല്ലോ. ആ സിനിമയിലെ അതുപോലെയുള്ള ചിത്രമൊക്കെ വെച്ചിട്ട് ഒരു വിമർശനം, ഒരു ബാനർ ഉയർന്നിരിക്കുകയാണ് NSSന്റെ കരയോഗത്തിന്റെ കെട്ടിടത്തിന് മുന്നിൽ. അതായത് നമ്മുടെ സമുദായം തന്നെ സുകുമാരൻ നായർ സമുദായം തന്നെ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സുകുമാരൻ നായർക്കെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. അത് പരസ്യമായിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നത് അത് പത്തനംതിട്ട വെട്ടിപ്പുറം കരയോഗ കെട്ടിടത്തിന് മുന്നിലാണ് ഈ ഒരു ഫ്ലക്സ് ഉയർന്നിരിക്കുന്നത്. അതായത് ബാഹുബലി എന്ന് പറയുന്ന സിനിമയിലെ ഏറ്റവും വിശ്വസ്തനായ ആള് പിന്നിൽ നിന്ന് കുത്തുന്ന ഒരു ചിത്രം വെച്ചുകൊണ്ടാണ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലെ ഒരു ട്രെൻഡ് അനുസരിച്ച് പിന്നിൽ നിന്ന് ചതിക്കുന്നവനെ കട്ടപ്പയായിട്ടാണ് നമ്മൾ പോർട്രേ ചെയ്തത്. സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ സുകുമാരൻ നായരെയും NSSൽ തന്നെ ഇയാൾ പിന്നിൽ നിന്ന് കുത്തുകയാണ് എന്നുള്ളൊരു ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിൽ അയാളെ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ നമ്മുടെ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അയ്യപ്പ സംഘവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംഭവവികാസങ്ങളാണ് ഉണ്ടായത്. കാരണം ആ അയ്യപ്പ സംഗമത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് തീർച്ചയായിട്ടും NSSന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സുകുമാരൻ നായർ രംഗത്ത് വരികയും പ്രതിനിധികളെ അയക്കുകയും ചെയ്തത്. അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലോട്ട് പോയത് കഴിഞ്ഞ ദിവസമാണ്. കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞത് പിണറായി വിജയൻ ഇപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു, നമ്മളോട് വളരെ സൗഹാർദ്ദപരമായിട്ട് നിൽക്കുന്നു. മാത്രമല്ല അയാളന്ന് യുവതികളെ കയറ്റാൻ, സർക്കാരന്ന് യുവതികളെ കയറ്റിയില്ലല്ലോ എന്നാണ് അയാൾ പറയുന്നത്. അതെ അതെ അതെ. അപ്പം നമുക്കറിയാം അന്ന് ഈ പറയുന്ന സ്ത്രീ ആരാണ് പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി അതെ 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 അതായത് അത് സത്യം പറഞ്ഞ പുള്ളി മറവി രോഗം ബാധിച്ചാണോ നമുക്കറിയില്ല. എന്തായാലും മറവി രോഗം ബാധിച്ചല്ല. അതെ അതെ അതെ. പെട്ടെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്നൊരു ദിവസം അൾഷിമേഴ്സ് വന്നതായിരിക്കാനാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം ഇപ്പൊ ആ ഒരു ചരിത്രം നമുക്കറിയാം, പറയേണ്ട കാര്യമില്ല. 2018 ഈ ഒരു യുവതി പ്രവേശന വിധി വരുമ്പോഴത്തേനും ആദ്യമായിട്ട് ഇതിനെതിരെ രംഗത്ത് വരുന്നത് തീർച്ചയായിട്ടും NSS തന്നെയായിരുന്നു. അന്ന് നാമജപഘോഷയാത്ര എന്ന് പറഞ്ഞ പേരിലായിരുന്നു അന്ന് ഇതിനെതിരെ പ്രതിഷേധം തുടങ്ങുന്നതും സർക്കാരിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഈ പറയുന്ന സുകുമാരൻ നായർ തന്നെ ഉന്നയിച്ച് തുടങ്ങുന്നതും പിന്നീട് അതൊരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറുന്നതും കേരളം മുഴുവൻ നിന്ന് കത്തുന്ന രീതിയിലോട്ട് ആ ഒരു പ്രശ്നം മാറുന്നതും അങ്ങനെയാണ്. പക്ഷെ ഇന്ന് അതെല്ലാം മറക്കുകയാണ്. മാത്രമല്ല സർക്കാർ ഒറ്റയടിക്ക് മാറ്റി പറയാണ്. സർക്കാർ നിലപാട് മാറ്റി, അതുകൊണ്ടാണ് ഞങ്ങൾ ചേരുന്നതെന്നാണ് പറയുന്നത്. സർക്കാർ നിലപാട് മാറ്റി, അതായത് വിഷയത്തിൽ സർക്കാർ നിലപാട് മാറ്റി എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. മാത്രമല്ല ഈ ഒരു ഇന്റർവ്യൂല് കോൺഗ്രസിനെതിരെയും പറയുന്നുണ്ട്, BJPക്കെതിരെയും പറയുന്നുണ്ട്. BJP കോൺഗ്രസ് കള്ളക്കളിയാണ് കളിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല BJPക്കെതിരെയും രൂക്ഷമായിട്ടുള്ള അധിക്ഷേപങ്ങൾ അയാൾ രാഷ്ട്രീയ നേട്ടം അല്ലെങ്കിൽ ആരോപിക്കുന്നത്. അതെ അതെ. മാത്രമല്ല ഇതിനെതിരെ CPMന്റെ ലക്ഷ്യം എന്താണെന്ന്, ആ അയ്യപ്പ സംഗമത്തിന്റെ ലക്ഷ്യം അദ്ദേഹം വിസ്മരിച്ചു എന്നാണോ അതോ? അതെ അതെ അതെ, അതാണ് അത് സൗകര്യപൂർവ്വം മറക്കുന്നതാണ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം അവർ തമ്മിൽ ബൈ ബന്ധമായി. അതിലോട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പൊ ആ ഒരു ഇന്റർവ്യൂല് പറയുന്നത് എല്ലാ ദിവസവും മിക്ക ദിവസവും പിണറായി വിജയൻ വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, കോൺഗ്രസ്സുകാരും BJPക്കാരും വിളിക്കാറില്ല എന്ന് അദ്ദേഹം ആ ഒരു ഇന്റർവ്യൂല് പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്ന് നടന്ന കേസുകളെ പറ്റി ചോദിക്കുമ്പോൾ പറയുന്നത് അത് ചില കേസുകൾ പിൻവലിച്ചു, പക്ഷെ മറ്റു ചില കേസുകൾ, അതായത് റോഡ് തടഞ്ഞ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങളും പല കേസുകളും പിൻവലിക്കാൻ സാധിക്കില്ല, അത് നിയമപരമായിട്ടുള്ള ചില കുരുക്കിൽ പെട്ട് കിടക്കുകയാണെന്നുള്ള ഒരു വിചിത്രമായൊരു ന്യായമൊക്കെ അയാൾ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മൾ എന്താണ് പുള്ളിക്ക് പറ്റിയതെന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. എന്തെങ്കിലും ഷോക്ക് അടിച്ചോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും അത്യാഹിതം അദ്ദേഹത്തിന് സംഭവിച്ചോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടി വരും. അതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ കണ്ടാൽ മനസ്സിലാകുക. തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും, അതായത് പിണറായി വിജയനും NSSും ചേർന്നിട്ടുള്ള എന്തോ ഒരു ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ട് തന്നെയാണെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നുന്നത്. ഇപ്പം നമ്മൾ മുൻപ് സംസാരിച്ചതാണ് ഈ അയ്യപ്പ സംഗമത്തിന്റെ പിന്നിലുള്ള ഒരു ലക്ഷ്യം എന്താണെന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചാണ്. തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരു വോട്ട് ബാങ്ക് തന്നെയാണ് ലക്ഷ്യം വെക്കുന്നതും. ഇവർ ഇതിനു മുമ്പ് CPM എനിക്ക് തോന്നുന്നത് ഇതിനു മുമ്പ് ലക്ഷ്യം വെച്ചിരുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് തീർച്ചയായിട്ടും മുസ്ലിം വോട്ടുകളെയാണ് അവർ ലക്ഷ്യം വെച്ചിരുന്നത്. എന്നാൽ അത് കിട്ടാത്ത ഒരു അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോവുകയും UDF അതിനൊരു വിഘാതമായിട്ട് നിൽക്കുകയും ചെയ്തു. മാത്രമല്ല പല വിഷയത്തിലും ഇപ്പം നമുക്കറിയാം, ഇപ്പം
പാലസ്തീൻ അടക്കമുള്ള വിഷയങ്ങളിലും മറ്റ് മുസ്ലിങ്ങളടക്കമുള്ള ലോകത്തെ മറ്റ് പ്രശ്നങ്ങളെല്ലാം മുൻനിർത്തി സമരം ചെയ്യുകയും അവരെ പ്രീണിപ്പിക്കാൻ വലിയ ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് വന്ന കുറച്ച് ബൈ ഇലക്ഷനുകളിൽ അത് കൃത്യമായിട്ട് പ്രതിഫലിച്ചില്ല എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് ഇരുത്തി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. അതായത് ഇതൊക്കെ ചെയ്താൽ പോലും വോട്ട് കിട്ടില്ല എന്നുള്ളൊരു തിരിച്ചറിവിലോട്ട് CPM വരികയും വോട്ട് ചോർച്ച തുടരുകയും ചെയ്തതോടുകൂടി തന്നെയാണ് ഇനിയിപ്പം NSS-നെ പിടിക്കാം എന്നുള്ളൊരു നിലയിലോട്ട് CPM എത്തിച്ചേരുന്നത്. മാത്രമല്ല അതിന്റെ കൂടെ മറ്റ് സമുദായ സംഘടനകളും ഉണ്ട്. അതെ, മറ്റ് സമുദായ സംഘടനകളുണ്ട്. ഈ പറഞ്ഞ SNDP അടക്കമുള്ള സമുദായ സംഘടനകളുണ്ട്. നമുക്കറിയാം അന്ന് അയ്യപ്പ സംഗമത്തിന് വന്നത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത്. അറിയാലോ, ഇപ്പം ആരെങ്കിലും അടുത്തോട്ട് ചെന്നാൽ പോലും ഓടിച്ചു വിടുന്ന ഒരാളാണ് പറഞ്ഞ പിണറായി വിജയൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സമയത്താണ് അദ്ദേഹത്തിന്റെ കാറിൽ തന്നെ വെള്ളാപ്പള്ളി നടേശനെ ആനയിച്ചുകൊണ്ട് പോകുന്നത്. അത്തരത്തിൽ അങ്ങനെ ആരുമായിട്ട് അങ്ങനെ ബന്ധം സ്ഥാപിക്കുന്ന ഒരാളല്ല പിണറായി വിജയൻ. വളരെ ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കുന്ന ആളൊന്നും അല്ല പിണറായി വിജയൻ. അല്ലെങ്കിൽ അതുപോലെ ബന്ധമായിരിക്കണം. അങ്ങനെ വളരെ കുറച്ച് ബന്ധങ്ങൾ മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ പുള്ളിയുടെ ഒരു ക്ലോസ് സർക്കിളിലോട്ട് പ്രവേശനമുള്ളൂ. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഒരു കാറിൽ, മുഖ്യമന്ത്രിയുടെ കാറിൽ വന്നിറങ്ങുന്നതും വെള്ളാപ്പള്ളി നടേശനെ ആനയിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം നമ്മൾ ലൈവായിട്ട് കണ്ടതാണ്. അപ്പം അതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയുണ്ട്. അതായത് ഈഴവ വോട്ടുകൾ ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പിണറായി വിജയന്റെ ഒരു ആത്മവിശ്വാസം. ഇനിയുള്ളത് അതും കൂടെ പോരാ. ഇനിയിപ്പം അതെ, നായർ സമുദായത്തിന്റെ വോട്ടുകൾ കൂടി ഇങ്ങോട്ട് വരണം എന്നതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റ് സമുദായത്തിലെ മറ്റംഗങ്ങൾ ഇതിനെ അത്രയ്ക്ക് അങ്ങനെ അങ്ങോട്ട് വിശാലമായ ഒരു അർത്ഥത്തിൽ അതിനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇത്തരം ഫ്ലക്സുകൾ കൊണ്ടും ഇത്തരം പ്രതിഷേധങ്ങൾ കൊണ്ടും മനസ്സിലാകുന്നത്. അതായത് പാളയത്തിൽ തന്നെ പട തുടങ്ങിയതിന്റെ ചില ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അന്ന് ഈ പറയുന്ന സ്ത്രീ പ്രവേശന വിഷയം ഉണ്ടായപ്പോൾ ഈ പറയുന്ന സർക്കാർ തന്നെ പോലീസിന്റെ സഹായത്തോടു കൂടി തന്നെ അവരുടെ ജാക്കറ്റ് അണിയിച്ച് ഹെൽമെറ്റും വെച്ച് നട കയറ്റിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിൽ അന്ന് മുറിവേറ്റ ഒരുപാട് വിശ്വാസികൾ ആ കൂട്ടത്തിലുണ്ട്. ആ സമുദായത്തിൽ തന്നെ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം ഈ ചങ്ങനാശ്ശേരി, പന്തളം മേഖലകളിലൊക്കെ, പത്തനംതിട്ട മേഖലകളിലൊക്കെ അതെ, തീർച്ചയായിട്ടും ഈ നായർ സമുദായത്തിൽപ്പെട്ട വിശ്വാസികൾ ഒരുപാട് ഉള്ളൊരു പ്രദേശമാണ്. അപ്പം അന്നെല്ലാം അവർക്കെതിരെ തന്നെ ആ സമുദായത്തിൽപ്പെട്ട ഒരുപാട് പേർക്കെതിരെ തന്നെ ഇത്തരത്തിലുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അവരെ തല്ലിച്ചതയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് മുറിവേറ്റ മനുഷ്യരാണ് അവിടെ ഉള്ളത്. അപ്പം ആ ഒരു മനുഷ്യരുടെ മുന്നിലേക്കാണ് ഇപ്പോൾ ഒരു ദൈവദൂതനെ പോലെ പ്രത്യക്ഷപ്പെടാൻ പിണറായി വിജയൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും പുള്ളി അവതരിപ്പിക്കാൻ ഈ പറഞ്ഞ സുകുമാരൻ നായർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന സമുദായാംഗങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ പ്രതിഷേധം ഉള്ളത് കൊണ്ടാണ് തീർച്ചയായിട്ടും ഈ സുകുമാരൻ നായർക്കെതിരെ ഇത്തരത്തിലുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നുകൊണ്ട് ഇരിക്കുന്നത്. ഇനിയും ഇത് തുടരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം തീർച്ചയായിട്ടും സുകുമാരൻ നായർ തീർച്ചയായിട്ടും സമുദായത്തെ തന്നെ ഒറ്റുകൊടുക്കുന്ന ഒരു നിലയിലോട്ട് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. തീർച്ചയായിട്ടും സമുദായത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരു പടയുണ്ടാകും. ഇനി വരും ദിവസങ്ങളിൽ നമ്മളത് കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്.